ഇവിടെ മഹാന്മാരാ സഹാബത്ത് കഴിഞ്ഞു, താബിയങ്ങൾ കഴിഞ്ഞു, താബിയങ്ങൾ കഴിഞ്ഞു, മദ്ഹബിന്റെ ഇമാമുകളൊക്കെ കാലഘട്ടം കഴിഞ്ഞു. മഹാനായ റസൂൽ എന്ന് പറഞ്ഞാൽ ഹൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും, ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട് എന്റെ നൂറ്റാണ്ടാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അതിന് ശേഷമുള്ളത്, പിന്നെ അതിന് ശേഷമുള്ളത് 3 നൂറ്റാണ്ട്. ഈ 3 നൂറ്റാണ്ടാണ് ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട്. ഞാൻ ഈ 3 നൂറ്റാണ്ടിലുള്ള ഏതെങ്കിലും മഹാന്മാർ അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂലിനെ അടുക്കൽ പോയി ഈ ആയത്തിന്റെ അടിസ്ഥാനം, ഈ ആയത്ത് അവർക്കൊന്നും മനസ്സിലായിട്ടില്ലേ, ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അവരാരെങ്കിലും പോയിട്ട് ഒരുത്തൽ നേടിയിട്ടുണ്ടോ? അല്ലെങ്കിൽ മറ്റുള്ള ഇമാമികൾ ഈ 6-ാം നൂറ്റാണ്ടുകളിൽ അതിന്റെ മുമ്പുള്ള മഹാന്മാർ ആരെങ്കിലും റസൂലുള്ളാഹിന്റെ റൗളയിൽ പോയി കൊടുത്തിട്ട് അവർക്കാർക്ക് ഈ ആയത്ത് മനസ്സിലായിട്ടില്ലെന്നു എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഈ ഇമാം ഗസാലിനെ പറ്റൂലേ. ഞാൻ ഇമാം ഗസാലി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിഷയത്തിന് അദ്ദേഹത്തിന് ഞാൻ അംഗീകരിക്കില്ല. അപ്പൊ എന്നാ ഇന്നോട് പറഞ്ഞില്ല, ഇമാം ഗസാലി പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞ ഇമാം ഗസാലിനെ ഈ വിഷയത്തിൽ ഞാൻ തള്ളും. കാരണം എന്താണ്, അദ്ദേഹത്തിന് തെറ്റുപറ്റാതെ മനുഷ്യനല്ല ആശൂപെന്ന ഇമാം ഗസാലി. തെറ്റുപറ്റാതെ മനുഷ്യരുടെ പ്രവാചകന്മാരേ ഉള്ളൂ. സഹാബത്തിൽ ഈ ആയത്ത് മനസ്സിലാക്കിയിട്ട് സഹാബത്തിൽ ചെയ്തിട്ടില്ല. മദ്ഹബിൽ ഇമാമിൽ ചെയ്തതായിട്ട് ഗ്രഹിക്കാൻ സാധിക്കില്ല. ഇവരൊന്നും ചെയ്യാതൊന്നും ഞാൻ ചെയ്യുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, എന്നാ ഇങ്ങോട്ടാക്കണോ, ഇപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല, ഓരാൾ കിതാബ് നിൽക്കാണ്ടാ വന്നത്. ഞാനും പോയതിനോട് പറഞ്ഞു, ഞാൻ പോയത് പോകും, ഇങ്ങനെയാണ് പോയത്. അപ്പോ ഇങ്ങനെ സംസാരിച്ചോണ്ട് കാര്യമില്ല, എനിക്കെന്തെങ്കിലും ആവശ്യം, എനിക്ക് തെളിവിട്ടായാലും വേണമെങ്കിൽ ഞങ്ങൾ പള്ളിയിൽ വന്നു അവിടുന്ന് ഉണ്ടാക്കാം ഒരു വിശദമായി ചർച്ച ചെയ്യാൻ പറഞ്ഞു. ഞാൻ ആയിക്കോട്ടെ. അപ്പോഴും സമയം രാത്രി 5:30 കഴിഞ്ഞു. അപ്പോൾ അവരവിടെ തന്നെ വന്നത്, എൻ്റെ പൊങ്ങൾ വീട്ടിൽ തന്നെ വന്ന് അവരവിടെ തന്നെ താമസം സുഖിക്കാൻ പോയി. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. പിന്നെ 10 ദിവസം കഴിഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ പറഞ്ഞിട്ടല്ലോ ഉസ്താദിൻ്റെ പോകാൻ മനസ്സിലാക്കി. അത് കുറേ വരില്ലല്ലോ. അപ്പോൾ ഞാൻ ഉസ്താദിൻ്റെ പോയി. യാതൊരു മരിച്ചതിൻ്റെ പിറ്റേന്ന് ഞാൻ ഉസ്താദിൻ്റെ പോയി. ഉസ്താദിൻ്റെ പോയി ഞാൻ കാര്യത്തിൽ തരാൻ ഞാൻ പോകുമ്പോൾ ഞാൻ ഒരുപാട് കാലം ഭക്ഷണം കഴിക്കാൻ വീടുണ്ടല്ല, ചർച്ചയിൽ പോയി പഠിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാൻ വീട്. അപ്പം അവിടെ കയറി അവരെ കണ്ടപാടെന്നാണ് ഇങ്ങനെ മാറിയാലും പോയിട്ട് എന്തെങ്കിലും സംഭവിച്ചതെന്നത് എന്നോട് നല്ല സ്നേഹമില്ല. അപ്പം ഞാൻ എന്നോട് സൗകര്യമൊക്കെ പറഞ്ഞു വെച്ചു. പെണ്ണ് ഞാൻ പറഞ്ഞ ഉസ്താദിലേക്ക് പോയിട്ട് വന്നതാണ്. അപ്പം അയാൾ വന്ന് ഞാനും പോയാണ്. അപ്പം അയാളെ കൂട്ടി ഉസ്താദിലേക്ക് പോയി. രാത്രി 10 മണിക്കാണ് പോയത്. ഉസ്താദിൻ്റെ അടുത്ത് പോയി ഉസ്താദിൻ്റെ എത്തിയപ്പോൾ ഞാൻ ഉസ്താദിനെ തരാൻ ചെയ്തു. ഇയാളെന്നോട് പറഞ്ഞ് അയാളെ താമസിച്ചിരിക്കില്ല, ഞാൻ താമസിച്ചിരിക്കുക. അയാൾ പറഞ്ഞു ഞാൻ താഴെ പള്ളിയുടെ മുകളിലാണ്, അയാൾ ഞാൻ താഴെ താമസിച്ചിരിക്കട്ടെ, ഇനി കഴിച്ചോളാം. ഞാൻ പള്ളിയിൽ ഉസ്താദ് പള്ളിയുടെ മുകളിൽ പോയി ഉസ്താദിനോട് തരാൻ ചെയ്തു. ഉസ്താദ് തരാൻ മനസ്സില്ല. ഉസ്താദ് എന്നോട് എനിക്ക് തീയനോ മുസ്ലിമോ ആദ്യം ചോദ്യാനോ. അപ്പം ഞാൻ ഒന്നും പറഞ്ഞില്ല. ഉസ്താദല്ലേ ബഹുമാനത്തോട് ഇതുവരെ ഞാൻ ഒന്നും പറഞ്ഞില്ല. പിന്നെ ഉസ്താദ് പള്ളിയിലെ മെഹ്റാബിൽ വന്നിരുന്ന് ഞാനും ആ മെഹ്റാബിൻ്റെ അടുക്കൽ പോയിരുന്നു. കുഞ്ഞിന് ഇപ്പം വന്നേന്ന് വെച്ചു. ഞാൻ പറഞ്ഞ സംശയമൊക്കെ ചോദിച്ചാൽ എനിക്ക് വന്നാൽ ഞാൻ ആദ്യം ഉസ്താദിനോട് ചോദിച്ചത്, ഇവിടെ കേരളത്തിൽ ഇസ്ലാം കൊണ്ടുവന്നത് മാലിക് ദിനാറാണല്ലോ എന്നാണ് ചരിത്രം പറയുന്നത്. ഈ മാലിക് ദിനാർ റഹിമഹുള്ള കേരളത്തിൽ ഇസ്ലാം കൊണ്ടുവന്നപ്പോൾ ഇവരാരെങ്കിലും നമുക്ക് ഇത്തരം മൗലൂദ്, റാത്തീബ്, കുതുബിയത്ത്, ആണ്ട് നേർച്ച, ഉറൂസ് ഇതൊക്കെ മാലിക് ദിനാർ നമുക്ക് കാണിച്ചാൽ ഇവരെ രേഖയുണ്ടോ? ഇവർ ഇസ്ലാം കേരളത്തിൽ ഇസ്ലാം പഠിപ്പിച്ചെന്ന ഇവരിത് വല്ലതും കൊണ്ടുവന്ന രേഖയുണ്ടോ? ഉസ്താദിനോട് കോൾ ചെയ്താൽ പറഞ്ഞ ഉടനെ തന്നെ പറഞ്ഞ മറുപടി എന്റെ ഒരു നേരേക്ക് കൊടുത്തിട്ടാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ആരെങ്കിലും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ ഒരു പുതിയ കാര്യം ഉണ്ടാക്കിയാൽ അത് തള്ളേണ്ടതാണെന്ന് ഹദീസിലുണ്ടല്ലോ. ആ ഉസ്താദ് പറഞ്ഞു ഞങ്ങൾക്ക് ഖുർആൻ നോക്കിയിട്ടൊന്നും കഴിയില്ലല്ലോ, ഞങ്ങൾക്ക് കണ്ണിയെ ഉസ്താദാണ് കഴിയുന്നത്. കന്യെ ഉസ്താദ് നരകത്തിൽ പോകുകയാണെങ്കിൽ ആ കന്യെ ഉസ്താദിന്റെ കുഞ്ചിക്കരി ഞാനൊന്ന് നരകത്തിൽ പോകും. ഉസ്താദിനോട് പറഞ്ഞ മറുപടി ഖുർആൻ ഹദീസും തെളിവല്ല. കന്യെ ഉസ്താദ് നരകത്തിൽ പോകുകയാണെങ്കിൽ ഉസ്താദ് ആ കന്യെ ഉസ്താദിന്റെ കുഞ്ചിക്കരി ഞാൻ നരകത്തിൽ പോകും. ത്യാഗങ്ങൾ നരകത്തിലാണ്, ത്യാഗങ്ങൾ ഏറ്റവും ലഭിച്ചാണ് പോയത്. ഇപ്പൊ ത്യാഗങ്ങൾ നരകത്തിലാണ്, ഞാൻ ത്യാഗങ്ങളോട് നരകത്തിൽ പോകുന്നതാണ്. അതുവരെ ഉസ്താദ് ത്യാഗങ്ങൾ അംഗീകരിക്കാത്ത ആളാണ്, ഉസ്താദ് ഏൽപ്പിക്കാൻ ത്യാഗങ്ങൾ അംഗീകരിക്കാത്ത ആളാണ്. കാരണം ത്യാഗങ്ങൾ മാസം കണ്ട് ഉറപ്പിച്ചിട്ട് ഉസ്താദ് അന്ന് പെരുന്നാളാക്കി അയൽപ്പെട്ട ആൾക്ക് ത്യാഗങ്ങൾ നരകത്തിൽ പോകാൻ ഞാനും പോകാന്ന് പറയാം. ഞാൻ ത്യാഗം മരിച്ച് എന്റെ കൂടെയുള്ള ആളെ കേട്ടാൽ മൊത്തമാണ് ത്യാഗങ്ങൾ മൊത്താക്കി പറയും. ആ പുസ്തകം ഇങ്ങനെ പറഞ്ഞു. പിന്നെ ഞാൻ ഖുർആനോട് ചിന്ത കഴിയ അതിനോട് ചിന്ത കഴിയ നമുക്ക് ഞാൻ ചോദിക്കാൻ ചാൻസ് ഇല്ലായോ. ഉസ്താദ് പറഞ്ഞെന്നാ ഖുർആനോട് കഴിവല്ല കന്യ ഉസ്താദ് വരുന്നു. ഇത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കുറച്ചായി പിന്നെ വരുന്നു. അപ്പോൾ ഉസ്താദിനോട് ഞാൻ പറഞ്ഞു ഞാൻ പോട്ടെ. അപ്പോൾ ആളെ ഇപ്പോൾ ദർശനം നടത്തുകൊണ്ടിരിക്കുന്ന കുറേ മുട്ടായി മണിക്കൂറുണ്ട്. അപ്പം എല്ലാ മുട്ടായി ഉസ്താദ് വിളിച്ചിങ്ങോട്ട് എല്ലാവരും കൊടുക്കുക.
എല്ലാവരെയും വിളിച്ച് എൻ്റെ വീട്ടിൽ അതിനോട് പറഞ്ഞു ഞാൻ പോട്ടെ പോകല്ല ബദർ കൊണ്ട് ചോദിക്കാൻ പോകാം. ബദർ മോദി ചോദിക്ക് പോയാൽ ഞാൻ ബദർ മോദിനെതിരാണല്ലേ. അത് ഞാനൊന്നും പറഞ്ഞില്ല, അത് പറയാനില്ല, എല്ലാ കുട്ടികളുണ്ട് വളരെ. അപ്പൊ ഞാനൊന്നും പറഞ്ഞില്ല. അപ്പൊ ഞാൻ അവിടെ തന്നെ ഇരുന്നു. സാറിന്റെ മൗലവി കിതാബ് എടുത്തു വന്ന് മൗലവി കിതാബില്ല ആദ്യത്തെ ആ കള്ളാദീസും ലാസ്റ്റിലെ കള്ളാദീസും ഓടി. എനിക്ക് ദ്വാരത്തി ഞാൻ കയ്യിൽ നിന്ന് ബുക്ക് ചെയ്ത് ഞാൻ അവിടെ തന്നെ അവിടെ ഇരുന്നു. ദ്വാരത്തി ഞാൻ എനിക്ക് തരും മൗലവി കിതാബ് കാരണം എന്നാ പറയാറ് എനിക്ക് തന്നെ കിട്ടാറ്. ഉസ്താദ് ഓടി മൗലവി കുട്ടികൾ ഓടി ബദിരികളെ പിടിച്ച് നേരത്തെ വിളിച്ച് അവസ്ഥയിലാക്കി. ബദിരികളെ നേരിട്ട് അങ്ങോട്ട് വിളിച്ച് പ്രാർത്ഥിച്ചു. ബദിരികളോട് അള്ളാഹുള്ള വന്നത് നേരിട്ട് ബദിരികളോട് വിളിച്ച് പ്രാർത്ഥിച്ചു എന്തിന് എന്നെ നന്നാക്കി. അങ്ങനെ നേരിട്ട് അവരതിൽ നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉസ്താദിനോട് ഞാൻ പോട്ടെ ഉസ്താദിന് പറഞ്ഞ് ഹോമൊക്കെ ചെയ്ത് എനിക്ക് പൈസ കിട്ടണം. ഞാൻ സൈക്കിൾ എടുത്തിട്ട് വണ്ടി എടുത്താൽ പോയത്. അടിച്ച സൈക്കിൾ എടുത്ത അല്ല എനിക്ക് പൈസ എന്ന് വെച്ചാൽ അതിനല്ല, ഇനി നാളെ രാവിലെ തന്നെ മറക്കത്ത് കാരന്തയിലേക്ക് പോവാം. എൻ്റെ AP ചെയ്ത് പോയിട്ട് എല്ലാം പൊരുത്തപ്പിടിച്ച് എല്ലാവരും ഉണ്ടാവും. എന്നാലും നന്നാവും ഇല്ലെങ്കിൽ ഉണ്ടാവില്ല, ഈ നന്നാവില്ല എന്നുള്ള ഈ വാക്കും പറഞ്ഞു. ഞാനിന്ന് പോയി ഞാൻ ചിന്തക്ക് വരാൻ മടിക്കില്ല, ഞാൻ ഈ പോന്നു. ഇതാണ് എൻ്റെ അനുഭവം. ഇപ്പം ഞാൻ വീട്ടിൽ വന്ന് ഞാൻ വീട്ടിലുള്ളവരുടെ സംഭവമൊക്കെ പറഞ്ഞു. അവർ ഉസ്താദ് പറയും അങ്ങനെ പറയും, അത് പിന്നെ ചെയ്യും. എൻ്റെ വീട്ടിൽ എൻ്റെ ജ്യേഷ്ഠ മുസ്ലിയാരാ. എൻ്റെ കുടുംബത്തിൽ എൻ്റെ വീട്ടിലുള്ള ആരും എന്നെ അനുഭവിക്കുന്നതല്ല. എൻ്റെ എൻ്റെ മഹലിൽ തന്നെ ഞാനൊരു വിചാരിക്കാനും വിളിക്കും വരാനില്ല, അവിടെ ആരുമില്ല, എല്ലാവരും കുഞ്ഞുങ്ങളാണ്. എൻ്റെ വീട്ടിലെ അവസ്ഥാനാല് എൻ്റെ ജ്യേഷ്ഠനോട് പറഞ്ഞത് ഞാൻ സലാഞ്ചിലെ ജ്യേഷ്ഠ സലാം നടക്കൂല. ജ്യേഷ്ഠനോട് പറഞ്ഞത് ഞാൻ മരിക്കുന്ന എൻ്റെ വൈദ്യുണ്ടാക്കൽ വിസ്കരിക്കണം. എൻ്റെ വൈദ്യുണ്ടാക്കൽ വിസ്കരിക്കുന്നത് കാരണം എന്താ ഈ മുഖത്തിൽ എനിക്ക് ബാറ്റുകാരാണ് ഫോണുണ്ടാക്കരുത്. ഞാനൊന്നും പറഞ്ഞു ഞാനെന്ത് ഞാനൊരു കലാം ചെയ്യും. ഒക്കെ കലാം ചെയ്തിട്ട് മടക്കിയാലും അതിൻ്റെ നാളെ മത്സരം എന്താക്കാൻ മനസ്സിലാവും കലാ മടക്കാത്തത് എന്ന് മാത്രം പറഞ്ഞു. അപ്പോൾ എല്ലാവരും എനിക്കെതിരാണ് വീട്ടിൽ, ആരും ഇവിടെ അനുഭവിക്കുന്നില്ല. എൻ്റെ പെങ്ങൾ എല്ലാവരും. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ സത്യം അതവരുടെ ഇങ്ങനെ തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ദിവസവും വീട്ടിൽ നിന്ന് പറഞ്ഞു തുടങ്ങിയിട്ട്. പക്ഷേ നമുക്ക് കുടുംബം എല്ലാവരും വരുന്നത് നമ്മുടെ ആഹാരം നഷ്ടപ്പെടണം. ഈ ഒരൊറ്റ ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഞാൻ എന്താക്കുന്നത്. അല്ലാണ്ട് ഇതിനെന്ത് കിട്ടണ്ടിട്ടോ വേറെ ഭൗതികമായ നേട്ടത്തിന് വേണ്ടി ആയിരിക്കും ഞാൻ അവരോട് സംസാരിച്ചത്. അവരോട് ഞാൻ ഇന്നും പറഞ്ഞു. ഇന്നലെ രാത്രി കഴിഞ്ഞ രാത്രി ഞാൻ എൻ്റെ അനുജൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉച്ചയ്ക്ക് ബദരീകളെ മന കിടക്കുന്നു. അപ്പൊ ഞാൻ ഇത് കേട്ടപ്പോൾ ഞാനോട് അറിഞ്ഞ് അങ്ങനെ പറയാൻ പാടില്ല. ഉറങ്ങാൻ കിടക്കുമ്പോൾ അള്ളാഹുവിനെ കുറെ ദിക്കർ പഠിപ്പിക്കാറുണ്ട്. ആ ദിക്കർ ചെല്ലിയില്ല കിടക്കുന്നത്. ആ ദിക്കറിൽ എവിടെയും തിരിഞ്ഞി രാവിലെ ഒരു മനുഷ്യൻ എഴുന്നേറ്റത് മുതൽ ഉറങ്ങാൻ കിടക്കുന്നത് വരെ ഒരുപാട് ദിക്കർ നമുക്ക് പഠിപ്പിച്ചത് അള്ളാഹ് നിർത്തുപോയി. ആ ഏതെങ്കിലും ഒരു ദിക്കറിന്റെ അള്ളാഹു എല്ലാത്തവരും വിളിച്ചൊരു ചേട്ടം ഞാൻ കാണിച്ചു. ഞാനങ്ങനെ വിളിക്കാൻ പാടില്ല. അള്ളാഹുത്തെ നമുക്ക് ഈമാനോട് നയിക്കട്ടെ എന്ന് പറഞ്ഞു. ഓമനി ബദരീകളെയും മുന്നിട്ടിനെയും വിളിക്കാനുള്ള ഈമാനൊക്കെ വേണ്ട. എത്രയാണ് അപ്പൊ ഇതാണ് അവരുടെ അവസ്ഥ. അതായത് ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ മുഹിദ്ദീനൊക്കെ പറഞ്ഞാൽ അവർ മനസ്സിലാക്കുന്നത് മക്ക കാഫിരികൾ പറഞ്ഞ പോലെ തന്നെ അവരെന്ന് പറയുന്നത് ഹൗലായിട്ട് ഫാവുന ഇവർ ഞങ്ങൾ വിളിക്കുന്നത് ഇതിനു വേണ്ടിയാണ്, അള്ളാഹുവിനെ അടുപ്പിക്കാൻ വേണ്ടിയാണ്. ചോദിച്ചവർ ദുനിയോട് മുഹിദ്ദീനെ വിളിക്കുന്നത് അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ് അറിയാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് എൻ്റെ അനുഭവം. വേറെ കാര്യം പിന്നെ ഞാൻ വിചാര പ്രസ്ഥാനത്തിൽ പഠിച്ചു പോകാൻ തോന്നി. ഞാൻ യഥാർത്ഥ ഇന്നത്തെ വിദ്യാർത്ഥിയാണ്. ഒരുപാട് വിദ്യാർത്ഥിയാണ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് വട്ടം മുഹിദ്ദീനെ വിളിക്കാൻ വേണ്ടി ഞാൻ നേതൃത്വം കൊടുക്കാനാണ്. ഞാൻ കുത്തിരിയത്ത് പള്ളിയിൽ ഓരോ മണി നേതൃത്വം കൊടുക്കാനാണ്. അത് ഞാൻ ഒരുപാട് പ്രാവശ്യം ഓടിയിട്ടുണ്ട്. ആ കുത്തിരിയത്തിലെ വരികൾ അന്നേരം ഞാൻ ചെയ്യില്ല, അതിന്റെ അർത്ഥം ചിന്തിക്കുക. നമ്മൾ ഇഷ്ടാൽ ചെയ്തിട്ട് അതുകൊണ്ട് നമ്മളെ ചെയ്യുന്നത്. കുത്തിരിയത്തിൽ വരി പറയുന്നുണ്ട് എനിക്ക് മുഹിദ്ദീനെ നേരിട്ട് വിളിക്കുന്ന പ്രാർത്ഥന എനിക്ക് മുഹിദ്ദീനെ വിളിക്കുന്ന പ്രാർത്ഥന. അതായത് ഓ മുഹിദ്ദീനെ അവരുകളെ നിങ്ങൾക്ക് അള്ളാഹുവാകും ഹിദായത്ത്. പക്ഷേ ആ ഹിദായത്തിന്റെ ഉടമ ഇന്ന് ആരാണ്? മുഹിദ്ദീനെ നിങ്ങളാണ്. അതുകൊണ്ട് ആ ഹിദായത്ത് എനിക്ക് തരണേ. ആരോട് പറയാ? മുഹിദ്ദീനെ പറയാ. നരകത്തിൽ നിന്ന് അഭയമാകുന്ന ആ ഭയാനമാകുന്ന നരകത്തിൽ നിന്ന് എല്ലാ ഔലിയാക്കളും നേതാവാകുന്ന മുഹിദ്ദീനെ എന്നെ രക്ഷിക്കണമെന്ന് നേരിട്ട് മുഹിദ്ദീനെ വിളിച്ച് പ്രാർത്ഥിക്കുക.
ഇതിനൊന്നും ഇസ്ലാമിന് യാതൊരു രേഖയും തെളിവില്ല. ഇവർക്ക് ഹദീസിലൊന്നും ഖുർആനൊന്നും ഇത് തെളിയിക്കാൻ പറ്റൂല. പിന്നെ ഒരു പാരമ്പര്യ പറയുക. പാരമ്പര്യം ഏത്